ഗിവ് അവേ ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടുക എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്താണെന്ന് ഞാൻ പറയും. എന്താന്നല്ലേ, നമുക്കിടയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗിവ് അവേ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ്സുമായിട്ട് കൺവേർട്ട് ആവാൻ ചാൻസ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ പേജിലേക്ക് ഫോളോവേഴ്സ് ആയിട്ട് കയറി വരും. എന്നിട്ടോ വിന്നറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന ഓരോ പോസ്റ്റിനും 500, 1000, 2000, 5000 ഒക്കെ ആയിട്ട് ഫോളോവേഴ്സ് ഇങ്ങനെ താഴോട്ട് നമ്മൾ അൺഫോളോ ചെയ്ത് പോകും. ഇതും നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന മല്ലു ഫോളോവേഴ്സ് അല്ലെങ്കിൽ ബോട്ട് ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതും തമ്മിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സെയിം സ്വഭാവം തന്നെയാണ്. നമ്മുടെ പ്രൊഫൈലിനെ ഇൻസ്റ്റാഗ്രാം മനസ്സിലാക്കുന്നത്, നമ്മുടെ അൽഗോരിതം മനസ്സിലാക്കുന്നത്, ഇതിൽ വന്നിട്ടുള്ള ഫോളോവേഴ്സ് ഒക്കെ ഇതിന്റെ ജെന്യൂൻ ഫോളോവേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ വെക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോളോവേഴ്സിന്റെ കൗണ്ട് എത്രയാണോ അതിന്റെ ഒരു അനുപാതത്തിൽ ഇടുന്ന പോസ്റ്റുകൾക്കും നമ്മുടെ പേജിനൊക്കെ എപ്പോഴും എൻഗേജ്മെന്റ്സ് കിട്ടുന്ന ഫോളോവേഴ്സ് ആവുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ഫോളോവേഴ്സ് എത്രത്തോളം നമുക്ക് എൻഗേജ് ചെയ്യും, ഇത് നമ്മുടെ പേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമ്മൾ ഫോളോവേഴ്സിനെ കൂട്ടുക എന്നുള്ളതായിരിക്കും കൺസേൺ. നമ്മൾ ഗിവ് അവേ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഫോളോവേഴ്സിനെ കൂട്ടേണ്ടത്. പക്ഷെ നമ്മൾ ഗിവ് അവേ ചെയ്യുന്നതിന്റെ പാറ്റേൺ മാറ്റണം. നമ്മൾ കൊടുക്കുന്ന ഗിവ് അവേ അത് ത്രൂ വരുന്ന ഫോളോവേഴ്സ്, ബിസിനസിന് ബെനിഫിഷ്യൽ ആവുന്ന ഫോളോവേഴ്സ് മാത്രം മതി എന്നുള്ള തീരുമാനം നമ്മൾ വെക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ഗിവ് അവേ നടത്തുക? നമ്മൾ ഈ ഗിവ് അവേക്ക് കൊടുക്കുന്ന ക്രൈറ്റീരിയ നമ്മുടെ കമന്റിൽ മെൻഷൻ ചെയ്യുക എന്നുള്ളതായിരിക്കില്ല. സപ്പോസ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങളുടെ DM-ലേക്ക് അയക്കുക. എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് വലിയൊരു കൗണ്ട് ഓഫ് ഫോളോവേഴ്സിനെ കിട്ടൂല, ശരിയാണ്. പക്ഷെ നമുക്ക് ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് നമ്മുടെ പേജിനെ കാലാകാലത്തേക്ക് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോളോവേഴ്സ് നമ്മുടെ പേജിലേക്ക് കയറി വരില്ല. അപ്പൊ മാറേണ്ടത് ഗിവ് അവേസ് അല്ല, നമ്മൾ ഗിവ് അവേസിന് യൂസ് ചെയ്യുന്ന പാറ്റേൺസ് ആണ് മാറേണ്ടത്. എന്നാലേ ഇത് നിങ്ങളുടെ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ പെടുള്ളൂ.